നരേന്ദ്രമോദിക്ക് അഭിവാദ്യം വിളിക്കുകയാണ് ബി.ജെ.പി. പ്രവർത്തകരും. തൃശ്ശൂരിലെ പൗരാവലിയും റോഡിനിരുവശവും കാത്തുനിന്നുകൊണ്ടാണ് പുഷ്പവൃഷ്ടി നടത്തിയും കൈകൾ വീശിയും മുദ്രാവാക്യം വിളിച്ച് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുമാണ് പ്രവർത്തകർ തൃശ്ശൂരിന്റെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്ത് തേക്കിൻകാട് മൈതാനിയിലേക്ക് പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രദീപ് ജോസഫിലേക്ക്. പ്രദീപ്, പ്രധാനപ്പെട്ട വേദിയിലേക്ക് എത്താറായി എന്ന് തോന്നുന്നല്ലേ? നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പ്രധാനമന്ത്രി പ്രധാന വേദിയിലേക്ക് എത്തിച്ചേരും. പ്രധാനമന്ത്രി കടന്നുപോയ വഴികളിൽ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിച്ചതിനു ശേഷം പ്രധാന പ്രസംഗവും മറ്റും നടക്കുന്ന തേക്കിൻകാട് മൈതാനിയിലേക്ക് ആളുകൾ ഓടുകയായിരുന്നു. പ്രധാനമന്ത്രി എത്തുമ്പോഴേക്ക് ആ വേദിക്ക് പരിസരത്തേക്ക് എത്തുന്നതിന് വേണ്ടി ആളുകൾ ഓടി നീങ്ങുന്ന കാഴ്ചയാണ് കാണാനായിരുന്നത്. ഇപ്പോൾ തന്നെ ഇവിടെ നിന്നിരുന്ന ആളുകളിൽ പലരും ഇടവഴികളിലൂടെയും മൈതാനത്തിലൂടെയും മറ്റും വേദിയിലേക്ക് ഓടി മാറുന്നത് കാണാം. എന്തായിരുന്നാലും ബി.ജെ.പിയെ സംബന്ധിച്ച് മുൻപ് പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയമായി വലിയ മേൽക്കോയ്മ നൽകുന്ന അല്ലെങ്കിൽ മേൽക്കൈ നൽകുന്ന ഒരു പരിപാടി തന്നെയായിരുന്നു തൃശ്ശൂരിൽ സംഘടിപ്പിച്ചത് എന്ന് നിസ്സംശയം പറയാം. കാരണം പ്രധാനമന്ത്രിയെ തന്നെ ഈ പരിപാടിയിൽ എത്തിക്കാനായി. മാത്രവുമല്ല 2 ലക്ഷത്തോളം വനിതകളെ പങ്കെടുപ്പിക്കുമെന്നാണ് പാർട്ടി നേതൃത്വം അറിയിച്ചിരുന്നത്. അത് പ്രവർത്തകരും എല്ലാവരും കൂടി ചേർന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പോരാട്ടം തന്നെയാണ് ഇത്തവണ ബി.ജെ.പി. അങ്ങനെ പ്രധാനമന്ത്രി അത്യന്തം ആവേശത്തോടുകൂടി തൃശ്ശൂർകാർ വരവേൽക്കുന്നു. റോഡിന് ഇരുവശത്തും നിന്ന് അഭിവാദ്യം അർപ്പിക്കുന്നു. പുഷ്പവൃഷ്ടിയോടുകൂടിയാണ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വാഹനത്തിനൊപ്പം ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനുണ്ട്. സുരേഷ് ഗോപി ആ വാഹനത്തിൽ ഉണ്ട്. സുരേഷ് ഗോപിയാണ് തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയെന്ന് അനൗദ്യോഗികമായി അവതരിപ്പിച്ചിരിക്കുന്നു പ്രധാനമന്ത്രി. ആ നിലയിൽ സുരേഷ് ഗോപിയുടെ സാന്നിധ്യം സമീപത്ത് തന്നെ സുരേഷ് ഗോപിയെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ബി.ജെ.പിക്ക് രാഷ്ട്രീയ മേൽക്കൈ, രാഷ്ട്രീയമായ വരവറിയിക്കാൻ കഴിഞ്ഞു എന്ന് അവകാശപ്പെടുന്ന തരത്തിലേക്ക് പൗരാവലിയുടെ സാന്നിധ്യം കൊണ്ട് അവർക്ക് അവകാശവാദം ഉന്നയിക്കാൻ കഴിയുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 8 ജില്ലയിലുള്ള പ്രവർത്തകരൊക്കെ അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റ് പൗരാവലികൾ, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ കാണാനെത്തുന്ന നിരവധി ആളുകളുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ഈ ദിവസം വലിയ ആവേശത്തോടു കൂടി തൃശ്ശൂരിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ഇനി എത്താൻ പോകുന്നത് തേക്കിൻകാട് മൈതാനി, വടക്കുംനാഥൻ്റെ മുൻഭാഗം, അവിടെയൊക്കെയാണ് ഈ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം എത്താൻ പോകുന്നത്. അവിടെയാണ് നാരീശക്തി പരിപാടി, മഹാസംഗമം നടക്കാൻ പോകുന്നത്. വിവിധ വ്യക്തിത്വങ്ങളെ കൊണ്ട് സമ്പന്നമായ പ്രൗഢമായ ഒരു സദസ്സാണ് ഇനി നാരീ ശക്തി സദസ്സ്. അവിടെ പുരുഷന്മാർക്ക് പ്രവേശനമില്ല. പ്രധാനപ്പെട്ട 1-2 പുരുഷ നേതാക്കന്മാർ, സംസ്ഥാനത്തിൻ്റെ പ്രഭാരി, സംസ്ഥാന അധ്യക്ഷൻ സുരേഷ് ഗോപി, ഇവരുടെയൊക്കെ തന്നെ സാന്നിധ്യം ഒരുപക്ഷെ പ്രതീക്ഷിക്കാം. അല്ലാതെ മറ്റാർക്കും അവിടെ പ്രവേശനമില്ല. പ്രധാനമന്ത്രി സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യം ഈ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരാമർശിച്ചു പോകും. മുത്തലാഖ് നിരോധനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ബി.ജെ.പി. പറയുന്നത് പോലെ പ്രധാനമന്ത്രി ഇനിയും ആ അവകാശവാദം ഉന്നയിക്കുമോ? മറ്റ് സംസ്ഥാനങ്ങളിൽ നടത്തിയിട്ടുള്ള സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ അതൊക്കെ പരാമർശിച്ചു പോകുമോ? എന്തൊക്കെ വികസന പദ്ധതികൾ നടപ്പാക്കി കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു വേദിയായി. കാരണം ഒരു തിരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ പോകുന്നു. ഇനി 3 മാസം കഷ്ടിച്ചില്ല. അതുകൊണ്ട് തന്നെ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ രീതിയിലായിരിക്കുമോ പ്രധാനമന്ത്രിയുടെ ഭാഷ പോകാൻ പോകുന്നത്? നടത്തിയ കാര്യങ്ങൾ, ഇനിയുള്ള പ്രതീക്ഷകൾ എന്തായിരിക്കും നൽകാൻ പോകുന്നത്? അത് സ്ത്രീകളുടെ വേദിയാകുമ്പോൾ സ്ത്രീകൾക്ക് എന്തായിരിക്കും പ്രഖ്യാപനങ്ങൾ എന്തെങ്കിലും നൽകുമോ? വലിയ ആവേശമാണിപ്പോൾ പ്രധാനമന്ത്രി എത്തിച്ചേരാൻ പോകുമ്പോൾ. തേക്കിൻകാട് മൈതാനത്തിൽ നിന്നും വനിതകളുടെ നാരീശക്തി സ്വരം ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്.